മുസ്ലിം ലീഗ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയല്ല, അതൊരു ലീഡർഷിപ്പ് കൺട്രോൾ സെറ്റപ്പ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വിഷയത്തിൽ ഒരു ഫാക്ട് ചെക്ക് നടന്നു നോക്കാം. അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. ഒരു ചായക്കടക്കാരനിൽ നിന്ന് പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തിയ നേതാവും ഒരു ചെത്തുകാരൻ്റെ മകനിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ നേതാവുമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതുപോലെ വളർന്നൊരു നേതാവിനെ മുസ്ലിം ലീഗിൽ കാണിച്ചു തരാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പാർട്ടി ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് മുസ്ലിം ലീഗ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി CPM-ലെ പാർട്ടി ജനാധിപത്യവും മുസ്ലിം ലീഗിലെ പാർട്ടി ജനാധിപത്യവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. CPIM-ൽ ബ്രാഞ്ച്, ലോക്കൽ, ജില്ല, സംസ്ഥാനം, കേന്ദ്രം, അങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടൊരു സംവിധാനമാണ്. അതായത് ഏതൊരു സാധാരണ കേഡർക്കും ബ്രാഞ്ച് സെക്രട്ടറി ആവാം, പിന്നെ ജില്ല, പിന്നെ സംസ്ഥാന നേതാവാം. ഇനി മുസ്ലിം ലീഗ് എടുത്തു നോക്കിയാൽ ഒരു സാധാരണ പ്രവർത്തകൻ മുകളിലേക്ക് വന്ന ചരിത്രമുണ്ടോ? ഇല്ല. നേതൃസ്ഥാനങ്ങൾ തുറന്ന മത്സരത്തിലൂടെയാണ്? അല്ല. ഇവിടെ വഴിയില്ല, വഴി പോയിട്ട് വാതിൽ പോലുമില്ല. കുറച്ച് വർഷങ്ങളായി ഒരേ മുഖങ്ങൾ തന്നെയാണ് നേതാക്കൾ. അതുപോലെ തന്നെ ചില കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം നേതാവാം. തീരുമാനങ്ങൾ എടുക്കുന്നത് അടച്ചിട്ട മുറികളിൽ. പ്രവർത്തകർക്കുള്ളത് കൈയടിയും പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലിയും മാത്രം. പറഞ്ഞു വന്നത് CPIM 100% പാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്നതല്ല, മുസ്ലിം ലീഗിൽ അതിൽ പേരിന് പോലും ഇല്ല എന്നതാണ്. ഈ പറഞ്ഞതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.